എനിക്ക് രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിക്കാനുണ്ട്. അങ്ങ് ആ സമയം എനിക്ക് തരാൻ പ്രതിജ്ഞാബദ്ധനാണ്. അതിനെ ഇടങ്കോലിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ വഴങ്ങില്ല. ഞാൻ കൃത്യമായിട്ട് കാര്യം പറഞ്ഞുതരാം. അത് ആദ്യം മുതലേ പറയുന്നതാണ്. ബാക്കി രണ്ടുപേരോടും കാണാത്ത ഒരു അസഹിഷ്ണുതയാണ് എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിച്ചോ ഞാൻ വഴങ്ങിത്തരാം. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർത്തതിന് ശേഷം വേണം ചോദിക്കാമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകൾക്കും 2 റൗണ്ടാണ് കൊടുത്തത്. സ്വരാജിന് നേരത്തെ റൗണ്ട് തന്നു. ഈ അവസാനത്തെ റൗണ്ടിൽ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഏത് റൗണ്ടാണ് എനിക്ക് അവർ പറഞ്ഞവരോട് പ്രതികരിക്കണ്ടേ? അല്ല, നിങ്ങളുടെ പ്രസംഗം അല്ല, അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും പറഞ്ഞത് പോയിക്കൊണ്ടേയിരിക്കും. എന്താണ് ജോസഫിനെതിരെ സ്വരാജ് ആരോപണം ഉന്നയിച്ചു, ജോസഫ് മറുപടി പറഞ്ഞു, വീണ്ടും സ്വരാജിന് മറുപടി പറയണം. അങ്ങനെ മാത്രമേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ടാവും, ഞാൻ പറഞ്ഞവരോട് അദ്ദേഹത്തിന് പറയാനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അനന്തമായി കാണിക്കരുത്. അല്ലല്ല, നോക്കൂ, സ്വരാജിന് 2 റൗണ്ടിൽ ഇഷ്ടം പോലെ സമയം ഞാൻ ഒരിക്കലും ഇടപെടാതെ തന്നെ തന്നിട്ടുണ്ട്. അതിനുശേഷം എന്റെ ന്യായമായ സംശയങ്ങളാണ്. എന്താ പറഞ്ഞെന്നറിയോ? അല്ലല്ല, ആ തിണ്ടമെടുക്ക് കാണിക്കരുത്. നിങ്ങളുടെ ചർച്ചയിൽ കഴിഞ്ഞ തവണ ഞാൻ പങ്കെടുക്കുമ്പോൾ അരമണിക്കൂർ മുഴുവൻ ആളുകളും സംസാരിക്കുന്ന നിശബ്ദനായി ഞാൻ കേട്ടിരുന്നിട്ട് നിങ്ങൾ ചർച്ച അവസാനിപ്പിക്കുക ചെയ്തത്. അത് മര്യാദയല്ല. നിങ്ങൾ ആദ്യ റൗണ്ട് ആരോടും ചോദിച്ചിട്ടില്ല. ഞാനിപ്പോ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ചോദിക്കാം. ഇവർ പറഞ്ഞതിനോട് എനിക്ക് പ്രതികരിക്കണ്ടേ? എനിക്ക് പ്രതികരിക്കാനുള്ള എന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളെന്ന നിലയിലുള്ള അവകാശത്തെ നിങ്ങൾ എന്തിനു തടയണം? അത് മര്യാദയല്ലല്ലോ. ഞാൻ മറുപടി പറയാലോ. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ലെങ്കിൽ വേണ്ട. അല്ല, പറയാം, പക്ഷേ പ്രതികരിക്കും, മറുപടി നിങ്ങൾക്ക് എന്താ ഇത്ര പ്രയാസം? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി മാത്രമേ ചോദിച്ചുള്ളൂ. സ്വരാജ് പറഞ്ഞോളൂ. അത് ഞാൻ പറയാം. ഇത് പറഞ്ഞിട്ടേ പറയൂ. ഇത് പറഞ്ഞിട്ട് വരാം. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. അല്ല, സ്വരാജ് പറഞ്ഞോളൂ. BJP നേതാവിന്റെ ചാനലിൽ ഇരുന്ന് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നതാണെങ്കിൽ എനിക്കതിനോട് വിയോജിപ്പുണ്ട്, എനിക്കതിനോട് വിമർശനമുണ്ട്. നിങ്ങൾ അനുവദിക്കുകയും ഞാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് ചെയ്ത ഏറ്റവും അവസാനത്തെ ആയുധം എടുത്തു BJP നേതാവിന്റെ ചാനൽ. വസ്തുതാപരമായി തെറ്റാണ്. പറഞ്ഞോളൂ. അല്ല, എല്ലാം പറഞ്ഞോളൂ. ശരി, അങ്ങനെ ബാക്കി പറഞ്ഞു. ഞാനിവിടെ നിങ്ങൾ ചോദിച്ചാലാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായി വരട്ടെ. അത് പൂർത്തിയാക്കാൻ വേണ്ടി സർക്കാർ നടപടി സ്വീകരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറിച്ചുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാമായിരുന്നു. നിങ്ങളുടെ പ്രതിനിധികൾക്ക് അത് ഉപയോഗപ്പെടുത്തി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പ്രസ് കണ്ടിട്ടില്ല. ഇനി CAG കുറിച്ച് ഇവിടെ പറഞ്ഞു അദ്ദേഹം, ഞാൻ പറഞ്ഞ തെറ്റാണെന്ന്. ഞാൻ പറഞ്ഞ തെറ്റെന്തെന്ന് പറ. ഞാൻ 2013 7 SEC ആണ് ഇവിടെ ഉദ്ധരിച്ചത്. അരുൺകുമാർ അഗർവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ്. അതിലെ വെർഡിക്റ്റാണ് ഞാൻ പറഞ്ഞത്. ആ വെർഡിക്റ്റ് ഞാൻ പറഞ്ഞത് തെറ്റാണെന്നാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങളത് തിരുത്തിക്കോളൂ. CAG റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്താണ് തെറ്റ് എന്ന് നിരീക്ഷകനായി പങ്കെടുത്ത ആൾ ഇവിടെ വിശദീകരിക്കണം. പിന്നെ ഇവിടെ പറഞ്ഞു, ഇപ്പോൾ ആ റിപ്പോർട്ടിന്മേൽ നടപടിയെടുത്തതിനെ സംബന്ധിച്ച് അവതാരകൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ധനമന്ത്രി പറഞ്ഞതിലെ പ്രശ്നം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് പരിശോധിക്കട്ടെ, നിയമാനുസൃതം അവകാശ ലംഘനത്തിന് നോട്ടീസ് വന്നോട്ടെ. കോൺഗ്രസ് നേതാവ് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്? കോൺഗ്രസ് നേതാവ് ചോദിച്ചു, കല്യാണക്കുറി പോലെ വീട്ടിൽ കൊടുക്കുന്നതാണോ? തൃക്കാക്കര MLA കഴിഞ്ഞ പ്രാവശ്യം വാർത്താ സമ്മേളനം നടത്തി ഉള്ളടക്കം പുറത്തുവിട്ടപ്പോ കല്യാണക്കുറി പോലെ വീട്ടിൽ തന്നയച്ചതായിരുന്നോ? അപ്പൊ അതൊക്കെ പരിശോധിച്ചോട്ടെ. എന്റെ പ്രശ്നം, എനിക്ക് രാഷ്ട്രീയമുണ്ട്, എനിക്ക് നിലപാടുണ്ട്. എന്റെ പ്രശ്നം സഭയുടെ മുൻപാകെ വരാത്ത PAC പരിശോധിക്കാത്ത ഒരു റിപ്പോർട്ടിന്റെ അധികരിച്ച് ED അന്വേഷണത്തിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാൽ EDയുടെ പരിധി ലംഘിക്കലാണ്. അതിൽ എന്റെ അവകാശം ഞാൻ വിനിയോഗിച്ചു. അതിലെന്തിനാ നിങ്ങൾക്ക് ഇത്ര ക്രിമിനടി? അതെന്റെ അവകാശമാണ്. അതെന്റെ പാർട്ടി നിർദ്ദേശാനുസരണം ഞാൻ നിർവഹിച്ചു, ഇനിയും നിർവഹിക്കും. പിന്നെ ഇവിടെ പറഞ്ഞു 118. ഞാൻ നിങ്ങൾ പറഞ്ഞ സമയത്തിന്റെ ഒക്കെ പ്രശ്നം മനസ്സിൽ വെച്ചുകൊണ്ട് ചില കാര്യം വിട്ടുകളഞ്ഞ് പറയുന്നു. 118 സംബന്ധിച്ച് പറയുന്നു. എന്താ നിങ്ങളുടെയൊക്കെ നിലപാട്? സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നു, അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നു. നിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വിമർശനമുണ്ട്. ആ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തിരുത്തണമെന്നാണോ ആഗ്രഹിക്കുന്നത്, അതോ അത് തിരുത്തരുത് എന്നാണോ ആഗ്രഹിക്കുന്നത്? തിരുത്തിയിട്ടില്ലെങ്കിൽ ഏകാധിപത്യം, സ്വച്ഛാധിപത്യം. തിരുത്തി കഴിഞ്ഞാൽ അയ്യേ തോറ്റു, പിന്നോട്ട് പോയി. അതിനിടയിൽ അവതാരകൻ ഒന്ന് താങ്ങിക്കൊടുത്തു, 66 കേന്ദ്ര സർക്കാർ പിൻവലിച്ചില്ലെന്ന്. കേന്ദ്ര സർക്കാർ ഇതുപോലെ വിമർശനം കണ്ടിട്ട് പിൻവലിച്ചതാണോ? അവിടെയാണ് ഞാൻ നിങ്ങളുടെ നേരത്തെ ചാനലിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് സംശയം ഉന്നയിക്കേണ്ടി വരുന്നത്. 66 പിൻവലിച്ചത് എങ്ങനെയാ? സമൂഹത്തിൽ ഉയർന്ന വിമർശനത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയതാണെന്ന് എനിക്കറിയാം. ആ സംസാരത്തിനിടയിൽ വാക്കിൽ എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പറഞ്ഞത് ആ 66 സുപ്രീം കോടതി റദ്ദാക്കിയിട്ടും കേന്ദ്ര സർക്കാർ അതിന് പകരമായി ഒരു വകുപ്പ് ഇതുവരെ കൊണ്ടുവരാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ സർക്കാർ ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ ഈ കാടൻ നിയമം അത് വെറുതെ വന്നതല്ല, മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് ഓർഡിനൻസ് ആയി പുറത്തിറക്കിയെന്നേ പറഞ്ഞുള്ളൂ. എന്നിട്ട്
പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കം വിമർശിച്ച് പിൻവലിച്ചു. നല്ല കാര്യം. പക്ഷെ അങ്ങനെ ഒരു കാടൻ നിയമം കേരളത്തിന്റെ മന്ത്രിസഭയാണല്ലോ. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെ മന്ത്രിസഭയിലുള്ള, CPI മന്ത്രിമാർ വരെ ഇങ്ങനെ വളരെ ഉത്തരവാദിത്വത്തോടെ ഇരിക്കുന്ന ഒരു മന്ത്രിസഭയാണല്ലോ ആ കാടൻ വകുപ്പ് അംഗീകരിച്ച് ഓർഡിനൻസ് ആക്കാൻ കൊണ്ടുപോയത്. ഒരു വാചകം കൂടി പറഞ്ഞു നിർത്താം. താങ്കൾ പറയുന്നതിനെ ഞാൻ നല്ല നിലയിൽ എടുക്കുന്നു. കാരണം CPM-ന്റെ ഇത്രയും മുതിർന്ന നേതാക്കന്മാരൊക്കെ ഉള്ള ഒരു മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് ഒരു നിയമം ഉണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള കുറവുകൾ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ തെറ്റുപറ്റാൻ പാടില്ലായിരുന്നു എന്ന വിമർശനത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. പണ്ട് ലെനിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റുപറ്റാത്തവരായി രണ്ടു കൂട്ടർ മാത്രമേ ഉള്ളൂ. ഒന്ന് ഗർഭസ്ഥ ശിശുക്കളും, ഒന്ന് ശ്മശാനത്തിലെ ശവശരീരങ്ങളും. ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും പെശകുകൾ പറ്റും, പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തും. ഇപ്പൊ ചിലപ്പോ ശ്മശാനത്തിലെ ശവശരീരങ്ങൾക്കും ഗർഭസ്ഥ ശിശുക്കൾക്കും പുറമെ ഏഷ്യാനെറ്റിലെ വിനുവിനും തെറ്റുപറ്റുന്നില്ല എന്നാണെങ്കിൽ ഞാനത് സമ്മതിച്ചേക്കാം. പറ്റിയാൽ തിരുത്തും, വിമർശനം വന്നാൽ സ്വീകരിക്കും. അസഹിഷ്ണുതയോടുകൂടിയ ജൽപ്പനങ്ങളാണെങ്കിൽ തള്ളിക്കളയും. അത്രയേ ഉള്ളൂ. പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനുവിന് തെറ്റുന്നത് പോലെയല്ല കേരള മന്ത്രിസഭയ്ക്ക് തെറ്റുന്നത്. അത് CPM-ന്റെ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരായ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനുവിന് തെറ്റിയതുപോലെയോ വിനുവിൻ്റെ ജൽപ്പനം പോലെയോ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് സ്വരാജിൻ്റെ ഏതോ തരത്തിലുള്ള വികലമായ കാഴ്ചപ്പാടെന്ന് പറയാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ. നിർണായകമായ ചോദ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. അവസാന റൗണ്ടിലെ തടസ്സപ്പെടുത്തലുകൾ കൊണ്ട് ചോദിക്കാൻ കഴിയാതെ പോയതാണ്. ഈ സർക്കാർ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സ്വപ്നയുടെ നിയമനം, ശിവശങ്കർ നടത്തിയ മറ്റ് നിയമനം, ഇതിനകം തന്നെ കേരള സർക്കാർ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ട ഒന്നും പുറത്തു വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ ആകെ പുറത്തു വന്ന സ്പ്രിംഗ്ലർ റിപ്പോർട്ടിൽ മറ്റൊരു അന്വേഷണത്തിന് കൂടി തീരുമാനിക്കുകയായിരുന്നു സർക്കാർ. അങ്ങനെ നിർലജ്ജം നിരന്തരം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ അധപ്പതിച്ചിരിക്കുന്നു. ആ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ഓഫീസിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ സ്വരാജിന്റെ ഈ പ്രതിരോധം നിൽക്കുന്നില്ല. ഞാൻ ജോലി ചെയ്തിട്ട് തന്നെയാണ് ശമ്പളം വാങ്ങുന്നത്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ